Stars on Air. Stars on Air. The Celebrity Talk Show. With RJ Tushara. റേഡിയോ മലയാളം 98.6 ഇത് സ്റ്റാർസ് ഓൺ എയറിന്റെ ടൈമാണ്. സ്റ്റാർസ് ഓൺ എയറുമായി കൂടെ ഉള്ളത് നിങ്ങളുടെ സ്വന്തം RJ തുഷാര. നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് ഒരു റോക്ക് സ്റ്റാർ തന്നെയാണ്, ആക്ടർ, സിംഗർ രാജേഷ് ഹെബ്ബാർ. വെൽക്കം ടു സ്റ്റാർസ് ഓൺ എയർ. Thank you so much. Thank you. We are loving it on Instagram. Instagram is going gaga over your songs. താങ്കളുടെ പാട്ടുകൾ എന്ത് റോക്കിംഗ് ആയിട്ടുള്ള സോങ്സ് ആണ്. ആദ്യം തന്നെ ചോദിച്ചോട്ടെ, ഒരു രണ്ടുപേരി ഏതെങ്കിലും ഒരു സോങ് നമുക്ക് വേണ്ടി പാടിത്തരാമോ? ഏതായാലും ബാക്കിംഗ് മ്യൂസിക് ഇല്ലാതെ പാടുമ്പോൾ വല്ലാതിരിക്കും. പക്ഷെ ചോദിച്ചാൽ നോ പറയാത്ത ഒരാളാണ് ഞാൻ. അപ്പൊ ഞാൻ വേണമെങ്കിൽ എന്റെ വൈഫിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള, അവള് കോളേജിൽ പഠിക്കുമ്പോൾ എന്റെ ആദ്യമായിട്ട് ഞാൻ പാടുന്നത് കേട്ടത് ഒരു 2-3 വരി മാത്രം. Let me take you far away. You like a holiday. Let me take you far away. You like a holiday. ഇത് വൺ ഓഫ് ദ സോങ്സ് ആണ്. പക്ഷെ അവളുടെ ഓൾ ടൈം ഫേവറേറ്റ് ഈസ് വണ്ടർഫുൾ ടു നൈറ്റ്. ഇത് പാടിയതിപ്പോ ഹോളിഡേ എന്ന് പറയുന്ന സ്കോർപിയൻസിന്റെ നമ്പർ. അടിപൊളി അടിപൊളി. ഇത് പാടിയാണോ ചേച്ചിനെ വീഴ്ത്തിയത്? അല്ല, വണ്ടർഫുൾ ടു നൈറ്റ്. വണ്ടർഫുൾ ടു നൈറ്റ് പാടിയായിരുന്നു വീഴ്ത്തിയത്. നിങ്ങൾ രണ്ടുപേരും പാട്ട് പാടിയും വീഡിയോസ് ഒക്കെ ചെയ്യാറുണ്ടല്ലോ, അതിനും നല്ല റെസ്പോൺസ് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? അതെ അതെ, എന്റെ വൈഫ് ഈസ് എ ഫാർ ബെഡ്. എന്നെക്കാട്ടി എത്രയോ നന്നായിട്ട് പാടുന്നതാണ്. നിങ്ങൾ രണ്ടുപേരും പാടുമ്പോഴാണ് അടിപൊളിയാവുന്നത്. താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം കേൾക്കാൻ. നമ്മള് സംസാരിച്ചുകൊണ്ടിരുന്ന പാട്ടുകളെ കുറിച്ചാണ്. ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ, ഇൻസ്റ്റഗ്രാം ഒക്കെ തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് കുറെ മനോഹരമായിട്ടുള്ള, വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കമന്റ്സ് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയും ഒരു റെസ്പോൺസ് പ്രതീക്ഷിച്ചിരുന്നോ ഇത് വീഡിയോസ് ഒക്കെ ചെയ്ത് തുടങ്ങിയപ്പോ? ഇല്ല, ആക്ച്വലി അതിന് ഞാനൊരു ചെറിയ താങ്ക്സ് പറയേണ്ട എന്റെ ഒരു ഡോക്ടർ ഫ്രണ്ട് ആണ്. അപ്പൊ അദ്ദേഹത്തിന്റെ വീട്ടിലുണ്ടാവും. ഞാൻ അപ്ലോഡ് ചെയ്ത കുറെ മുമ്പ് അപ്ലോഡ് ചെയ്ത ഒരു പാട്ട് വെച്ചപ്പോ വൈ ഡോണ്ട് യു റീവിസിറ്റ് ദീസ് സോങ്സ് എന്ന് പറഞ്ഞു. ഞാൻ അത് ഒരു സോഫ്റ്റ് നമ്പർ കേൾപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, നൈറ്റ്സ് ഇൻ വൈറ്റ് സാറ്റിൻ എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം അതിങ്ങനെ പറഞ്ഞപ്പോ ഞാൻ വെറുതെ പണ്ട് അപ്ലോഡ് ചെയ്തായിരുന്നു, അപ്പൊ ഞാൻ വീണ്ടും അപ്ലോഡ് ചെയ്തപ്പോ അത് വൈറലായി. അപ്പൊ ഞാൻ മനസ്സിലാക്കി ദാറ്റ് യങ്സ്റ്റേഴ്സിന് ഇത് ഇഷ്ടമാവുന്നുണ്ട്. പണ്ട് വണ്ടർഫുൾ ടു നൈറ്റ് അടുത്ത് കിട്ടു, അതിന് ഒരുപാട് ആൾക്കാർ വന്നു. അത് രണ്ടും സോഫ്റ്റ് നമ്പേഴ്സ് ആയിരുന്നു. പിന്നെ ആസ് ഒരു ടെസ്റ്റ് ഡോസ് ആയിട്ടാണ് ഈ മെറ്റലൊക്കെ ഇടാൻ തുടങ്ങിയത്. അപ്പോഴാണ് ഒരുപാട് ചെറുപ്പക്കാരിപ്പോ തുഷാര പറഞ്ഞ പോലെ ഒരുപാട് ആൾക്കാർ വളരെ പോസിറ്റീവായിട്ട് പറയാൻ തുടങ്ങി. പക്ഷെ അത് അറിയാത്തതിലും എന്താ പറയാ, അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ബിക്കോസ് അവരുടെ സമയത്തിന് മുമ്പായിരുന്നു ഇത്. ഞാൻ കോളേജ് പഠിക്കുമ്പോൾ വിക്ടോറിയ കോളേജ് ബാൻഡ് ആയിട്ടാണ് ഞങ്ങൾ തുടങ്ങിയത്. പിന്നീട് അത് ഞങ്ങള് ഈ സോണും ഇന്റർ സോണും ഇന്റർ യൂണിവേഴ്സിറ്റി ഒക്കെ ഞങ്ങൾ വിൻ ചെയ്തപ്പോ ഞങ്ങൾ പ്രൊഫഷണൽ ബാൻഡായി. കോളേജ് പഠിക്കുമ്പോൾ തന്നെ ഞങ്ങൾ പ്രൊഫഷണലായിട്ട് ടൂർ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ 10 വർഷത്തോളം പ്രൊഫഷണലായിട്ട് ഓൾ ഓവർ സൗത്ത് ഇന്ത്യ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രിമിറ്റീവ് നൈറ്റ്സ് എന്നായിരുന്നു ബാൻഡിന്റെ പേര്. ദാറ്റ് ഈസ് KNIGHTS, നോട്ട് NIGHTS, KNIGHTS. അങ്ങനെ ആ ഒരു സത്യം പറഞ്ഞാൽ എനിക്കിതൊരു നൊസ്റ്റാൾജിക് ജേർണിയാണ്. ആ കാലഘട്ടം 80കളിലും 90കളിലും സ്റ്റേജിൽ പാടിയിരുന്ന പാട്ടുകളാണ് ഞാനിപ്പോ ഇൻസ്റ്റയിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് കാണുമ്പോൾ ഒരുപാട് സന്തോഷം. പിന്നെ ആരും എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ, ഒരു മലയാളം ഇൻഡസ്ട്രിയിലുള്ള ടെലിവിഷനിലും സിനിമയിലും അഭിനയിക്കുന്ന ഒരാള് റോക്ക് പാടുന്നു. അവിടെയാണ് ഞങ്ങൾ കുട്ടിമാമ ഞെട്ടിമാമ ആയത്. ഇതുവരെ ഇന്നത്തെ ചിന്താ വിഷയം കണ്ടിട്ട് എന്നെ ജട്ടിമാമ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ അറ്റ്ലീസ്റ്റ് ഞെട്ടിമാമ എന്ന് പറഞ്ഞു. അതിൽ ഞാൻ ഞെട്ടിമാമ. ഓൾറൈറ്റ്. ഇപ്പൊ ഇത് പറഞ്ഞപ്പോഴും ഈ കോളേജിൽ ടൂർ ചെയ്ത കാര്യവും ഇപ്പം റീവിസിറ്റ് ചെയ്ത കാര്യമൊക്കെ പറയുമ്പോൾ എനിക്ക് പെട്ടെന്നുണ്ടല്ലോ നമ്മുടെ റോക്ക് ഓൺ എന്ന സിനിമയുടെ കുറച്ച് വിഷ്വൽസ് ഒക്കെ എനിക്ക് മനസ്സിൽ ഓർമ്മ വന്നത്. ബാൻഡ് പിരിയുന്നു, പിന്നീട് റീവിസിറ്റിംഗ് ഇട്ട് അങ്ങനത്തെ എന്തെങ്കിലും പ്ലാനുകൾ ഉണ്ടോ? ദ ബാൻഡ് ടു ഇല്ല, ബാൻഡ് റീവിസിറ്റ് ചെയ്യുന്നു തോന്നുന്നില്ല. പക്ഷെ ഞാൻ എന്റെ എബ്രോഡ് ഷോസിന് പോകുമ്പോ നമ്മുടെ നോർമൽ ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഡാൻസിങ് ഞാൻ US ഷോ ഒരു 2015-ലും 2013-ലൊക്കെ പോയപ്പോ ലബാംബ പറഞ്ഞ ഡാൻസ് നമ്പർ ഒക്കെ പ്ലേ ചെയ്തപ്പോ അവിടെ ഭയങ്കര ഹിറ്റ് ആയിരുന്നു മലയാളി. അപ്പൊ ഞാൻ അങ്ങനെ ഇടയ്ക്ക് കരയോക്കെ, പിന്നെ ഏഷ്യാനെറ്റിൽ ഒരിക്കൽ 2013 സുന്ദരി നീ സുന്ദരൻ ഞാനും പറഞ്ഞുള്ള റിയാലിറ്റി ഷോയില് ഐ സർപ്രൈസ്ഡ് എവരിവൺ ബൈ സിംഗിങ് ജുഡാസ് പ്രീസ്റ്റ്. അവരുടെ ഒരു നമ്പർ പാടിയപ്പോ ആക്ച്വലി എല്ലാവരും ഞെട്ടി. എന്താ പറഞ്ഞ, ഒരു ടെലിവിഷനിലും സിനിമയിലും അഭിനയിക്കുന്ന ആള് വന്നിട്ട് ജുഡാസ് പ്രീസ്റ്റ് പാടും ആരും വിചാരിച്ചിട്ടില്ല.
ഉണ്ടായിരുന്നില്ല. എനിവേ നൈസ് തിങ് ഇസ് ദാറ്റ് ഞാനും സോനു ആയിരുന്നു അതിൽ പാർട്ട്നേഴ്സ് ആയിട്ടുണ്ടായിരുന്നു. വി വൺ ദാറ്റ് ഷോ. ആ ഷോ ഞങ്ങൾ ജയിച്ചു. ഞാൻ ചോദിച്ചോട്ടെ, ഈ പ്രിമിറ്റീവ് നൈറ്റ്സ് എന്ന ബാൻഡും അതിനുശേഷം സിനിമയിലേക്ക് അല്ലെങ്കിൽ സീരിയൽ മേഖലയിലേക്കുള്ള ആ ഒരു എൻട്രി, ആ ഒരു ജേർണി, ഇതിനെ കുറിച്ചൊക്കെ ഒന്ന് സംസാരിച്ചു പോയല്ലോ നമുക്ക്. കുട്ടിക്കാലം മുതൽ ഐ ഹാവ് ടു സ്റ്റാർട്ട് അറ്റ് ദ വെരി ബിഗിനിങ്. സോറി. അതായത് സ്റ്റേജിലേക്ക് പോയിട്ട് ഞാൻ, എന്റെ അമ്മ ഇസ് എൻ എക്സലന്റ് സിംഗറും ഡാൻസറും ഒക്കെയാണ്. അപ്പൊ എന്നെ കുട്ടിയാകുമ്പോ തന്നെ സ്റ്റേജിലേക്ക് ഇടുമ്പോൾ ഐ ഫെൽ ഇൻ ലവ് വിത്ത് ദ സ്റ്റേജ്. അപ്പൊ പെർഫോമിംഗ് എന്നുള്ളത് തന്നെ എനിക്കൊരു ഹരമായിട്ട് മാറി. പിന്നെ ഈ വെസ്റ്റേൺ എന്ന് പറയുമ്പോൾ നമ്മൾ അന്നത്തെ വീഡിയോസ്, ഇന്നത്തെ കാലഘട്ടത്തല്ല, അന്ന് എന്തെങ്കിലും MTV-യിലൊക്കെ ആണല്ലോ നമ്മൾ അന്നത്തെ 80s-ലൊക്കെ നമുക്ക് എപ്പോഴും TV-യിൽ കാണാൻ പറ്റുക. അപ്പൊ ഈ ക്രൗഡിന്റെ റെസ്പോൺസും ഇങ്ങനത്തെ സോങ്സ് പറയുമ്പോൾ പാടുമ്പോൾ ഒരു എനർജി ഒക്കെ കണ്ടപ്പോൾ ഇത് എന്തുകൊണ്ട് ട്രൈ ചെയ്തോടാ പറഞ്ഞു. കുറെ ലൈക്ക് മൈൻഡഡ് ഫ്രണ്ട്സിന്റെ കൂടെയാണ് ഗവൺമെന്റ് വിക്ടോറിയ കോളേജിൽ ബാൻഡ് തുടങ്ങിയത്. പക്ഷെ ബാൻഡ് ഇമ്മീഡിയറ്റ്ലി സക്സസ് ആവുകയും എല്ലാ കോമ്പറ്റീഷൻസ് ജയിക്കുകയും ചെയ്തപ്പോൾ കോളേജിൽ തുടങ്ങിയ ബാൻഡ് കോളേജ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരുപാട് വർഷങ്ങൾ പ്രൊഫഷണൽ ആയിട്ട് തന്നെ അത് കൊണ്ടു നടന്നു. പക്ഷെ അന്നും എന്റെ ഈ പെർഫോമിംഗ് പാട്ടാണ് എനിക്ക് ഏറ്റവും അധികം ഹരം തന്നിട്ടുണ്ടായിരുന്നത്. ലൈവായിട്ട് പെർഫോം ചെയ്യുമ്പോൾ ഓഡിയൻസ് ആയിട്ടുള്ള റിയാക്ഷനും അവർ തിരിച്ചു തരുന്ന എനർജിയും. അങ്ങനെ നാച്ചുറലി ഓർമ്മ വെച്ച കാലം മുതൽ ആക്ടർ ആവണം തന്നെയാണ് ആഗ്രഹം. അപ്പൊ ആ ജേർണിയുടെ ആസ് പാർട്ട് ഓഫ് ദാറ്റ് ജേർണി ഇതും സംഭവിച്ചു എന്നുള്ളതിൽ ഐ എം വെരി ഗ്രേറ്റ്ഫുൾ. ആൻഡ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുറെ മെമ്മറീസ് ആണ് അത് എനിക്ക് തന്നിട്ടുള്ളത്. ആൻഡ് ഡെഫിനറ്റ്ലി ലൈഫ് എന്ന് പറയുന്ന ജേർണിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അത് എന്റെ ആക്ടിംഗ് ജീവിതത്തിൽ സഹായിച്ചിട്ടുണ്ട്. രാജേഷ്, നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോ പറഞ്ഞിരുന്നു ഒരു സ്വപ്നം തന്നെ ആയിരുന്നു സിനിമ എന്ന ഈ ലോകവും. ഇപ്പൊ വാട്ട് എവർ യു ആർ ഡൂയിങ് ഇറ്റ്സ് ലൈക്ക് എ മാനിഫെസ്റ്റേഷൻ. അന്ന് മാനിഫെസ്റ്റ് ചെയ്തു, അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു, ഇവിടം വരെ എത്തി അല്ലെ. അപ്പോ ഇന്ന് നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന യങ്സ്റ്റേഴ്സിന്റെ അടുത്ത്, അതിപ്പോ സിനിമാ മേഖലയിൽ വരാൻ ആഗ്രഹിക്കുന്ന യങ്സ്റ്റേഴ്സ് ആവണമെന്നില്ല, ബട്ട് ഏതൊരു മേഖലയിലേക്കും നമുക്ക് ഒരു സ്വപ്നം ഉണ്ടാവും. എനിക്ക് ഈ ഒരു മേഖലയിൽ അല്ലെങ്കിൽ എനിക്ക് ഇത് ചെയ്യണം എന്ന് പറഞ്ഞ് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന സ്വപ്നങ്ങൾ ഇതുപോലെ എങ്ങനെയാണ് നമുക്ക് ഒരു റിയാലിറ്റി ആക്കി മാറ്റാൻ പറ്റുന്നത്? എനി അഡ്വൈസസ്, എനി പീസസ് ഓഫ് അഡ്വൈസ് ഫോർ us? അതിപ്പോ ഇറ്റ് വിൽ ബി ക്ലിഷേ ആയിട്ട് തോന്നുമായിരിക്കും, പക്ഷെ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്, ഞാൻ പറയുന്നത് വെറുതെ മാനിഫെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഞാനത് പലവരടുത്തും പറയാറുണ്ട്. ഞാൻ പറയുന്നത് വെൻ യു വാക്ക് ദ ടോക്ക്, യു റിയലി ഡു വാട്ട് യു വാണ്ട് ടു ഡു. അതായത് നമുക്ക് ചിലപ്പോൾ ചമ്മൽ തോന്നിയ കാര്യങ്ങളായിരിക്കും നമ്മൾ ചെയ്യുക. ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ആദ്യം ആക്സെപ്റ്റൻസ് കിട്ടില്ല. പക്ഷെ ടു ഫോളോ യുവർ ഡ്രീം യു ഹാവ് ടു കോൺസ്റ്റന്റ്ലി ഗോ ഓൺ ട്രൈയിങ്. ബിക്കോസ് ഈ സോ കോൾഡ് യൂണിവേഴ്സ് കൺസ്പയർ ചെയ്യും നമ്മളെ സഹായിക്കാൻ എന്നൊക്കെ പറയുന്നത് നമ്മള് കാര്യങ്ങൾ ചെയ്ത് നിരന്തരമായി ചെയ്തിട്ട് അത് നമുക്കൊരു ശീലമായി മാറുകയും അത് മറ്റുള്ളവർക്ക് രസിക്കാൻ തുടങ്ങി. ഇറ്റ്സ് എ ലോങ് പ്രോസസ്. അപ്പൊ ചിലപ്പോൾ ലക്ക് ഉണ്ടെങ്കിൽ ഓവർനൈറ്റ് ആവാം, അല്ലെങ്കിൽ ഇറ്റ്സ് എ ലോങ് ജേർണി. സോ യങ്സ്റ്റേഴ്സിനോട് എനിക്ക് ഒറ്റ കാര്യം പറയുള്ളൂ, ഇഫ് യു ആർ സീരിയസ് അബൌട്ട് യുവർ ഡ്രീം, നെവർ സ്റ്റോപ്പ് ഡ്രീമിങ്, നെവർ സ്റ്റോപ്പ് ട്രൈയിങ്. പിന്നെ ഡ്രീം മാത്രം ചെയ്തിട്ട് കാര്യമില്ല, യു ഹാവ് ടു പ്രാവർത്തികമാക്കണം. ഇഫ് യു വാണ്ട് ടു ബിക്കം എ ഫിലിം മേക്കർ, അറ്റ്ലീസ്റ്റ് ഷൂട്ട് എ ഫിലിം വിത്ത് യുവർ മൊബൈൽ. ഇഫ് യു വാണ്ട് ടു സിംഗ്, ഡോണ്ട് സിംഗ് ഇൻ ദ ബാത്റൂം. അറ്റ്ലീസ്റ്റ് ഒരു ക്ലബിലോ ഒരു ഫാമിലി ഗാദറിംഗിലെങ്കിലും ധൈര്യത്തിൽ പോയി പാടാൻ തുടങ്ങും. അങ്ങനെ ഒരു ഓഡിയൻസിനെ എപ്പോഴും നമ്മൾ ക്രേവ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഡ്രീമിൽ. അതിപ്പോ ഈവൻ ഞാൻ പറയുന്നത് ആർട്ട് തന്നെ ആവണമെന്നില്ല, എനിത്തിങ് യു ഡ്രീം അബൌട്ട് നമ്മളത് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യുമ്പോഴല്ലേ. സോ only message I'll have to give is keep dreaming, but while you dream, keep working on it also. Give your 101% or 150%. സിനിമ എന്ന് പറയുമ്പോൾ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ളത് മോളിവുഡ് ടൈംസ് എന്ന സിനിമയാണ്. അഭിനവ് സുന്ദർ ഡയറക്ട് ചെയ്ത് നസ്ലൻ പ്രധാനപ്പെട്ട കഥാപാത്രം ചെയ്യുന്ന ഈ ഒരു സിനിമയിൽ ഡോക്ടറിന്റെ ഒരു വേഷമാണ് പ്ലേ ചെയ്തിരിക്കുന്നത്. ഈ ഒരു സിനിമയിൽ വർക്ക് ചെയ്തതിനെ കുറിച്ചും ഈ ഒരു ക്രൂവിന്റെ കൂടെ വർക്ക് ചെയ്തതിനെ കുറിച്ചും ഒന്ന് സംസാരിച്ചു പോയാലോ? അബ്സല്യൂട്ട്ലി. ഞാൻ നേരത്തെ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിപ്പോ സോ കോൾഡ് ഇപ്പൊ ന്യൂ ജെൻ എന്ന് പറയുന്ന യങ് ഗ്രൂപ്പ് ഓഫ് ഡയറക്ടേഴ്സ് ആൻഡ് റൈറ്റേഴ്സിന്റെ കൂടെ ഈയിടെയായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു ത്രില്ലിലും കൂടിയാണ് ഞാൻ. ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റയിൽ എന്റെ പാട്ടിലൂടെ യങ്സ്റ്റേഴ്സിനെ കിട്ടുന്ന പോലെ തന്നെയാണ് ഈ യങ് ഗ്രൂപ്പിന്റെ എനിക്ക് വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു എനർജി. ബിക്കോസ് അവരുടെ വർക്കിംഗ് സ്റ്റൈല്, ഹൗ കാം ദേ ആർ, ഹൗ കൂൾ ദേ ആർ. ആക്ച്വലി ഞാൻ സോ കോൾഡ് എക്സ്പീരിയൻസ് മാൻ ആണെങ്കിലും ഞാനാണ് കുറേ കൂടി പഠിച്ചത് അവിടെ പോയപ്പോ. ഹൗ ടു റിയലി എൻജോയ് വാട്ട് യു ആർ ഡൂയിങ് ആൻഡ് ഐ ഹാഡ് എ ഗ്രേറ്റ് ടൈം. അതിന്റെ ഡയറക്ടർ ആവട്ടെ, ദ ക്രൂ ആവട്ടെ, somehow it's like the captain is cool and fun എന്ന് പറയുമ്പോൾ the entire team and fun and cool ആവും. അപ്പൊ അത് അവിടെ എന്താ പറയുക, you could see it happening there. അപ്പൊ definitely വർക്ക് ചെയ്യുമ്പോൾ തന്നെ it was exciting and happy to see that it is getting good response also. പാട്ടുകളെ കുറിച്ച് പറഞ്ഞു, സിനിമകളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ലാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്ത മോളിവുഡ് ടൈംസ് എന്ന സിനിമയെ കുറിച്ചും പറഞ്ഞു. ഇനി അപ്കമിംഗ് ആയിട്ടുള്ള സിനിമകൾ, പ്രോജക്റ്റുകൾ എന്തൊക്കെയാണ്? ഇപ്പൊ ഇനി വരാനുള്ളത് ഒരു സ്മോൾ ഫിലിമാണ്. അത് ലേഡി വിത്ത് വിങ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ലേഡി തന്നെ
തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്ത് ഡയറക്ടർ സോഫി എന്ന് പറഞ്ഞിട്ട്. ഇറ്റ്സ് എ വുമൻ ഓറിയന്റഡ്. ഇത് അതിലൊരു വില്ലൻ, ഒരു നെഗറ്റീവ് ക്യാരക്ടറാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ജൂൺ എൻഡിൽ റിലീസ് ചെയ്യുന്നതാണ് എനിക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്ന ന്യൂസ്. വേറൊന്ന് വാട്സാപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഫിലിം, അതും അതിലൊരു ഹീറോയിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള അവന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. മണികണ്ഠൻ ആചാര്യാണ് അതിൽ സെൻട്രൽ, നമ്മുടെ കമ്മട്ടിപ്പാടത്തിലുള്ള മണികണ്ഠൻ ആചാര്യ, അദ്ദേഹമാണ് ഹീറോ ആയിട്ട് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പിന്നെ ഈ സോ കോൾഡ് എന്താ പറയാ വരാൻ പോകുന്നുണ്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഐ ഡോണ്ട് വാണ്ട് ടു ഷൂട്ട് മൈ മൗത്ത് ഓഫ് ബിക്കോസ് യു നെവർ നോ, നടക്കുമ്പോഴല്ലേ നടന്നു പറയാം. ഈ രണ്ടെണ്ണമാണ് ഇപ്പൊ റെഡി ഫോർ റിലീസ് ആൻഡ് അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് എല്ലാം കഴിഞ്ഞു. സോ ഇറ്റ് ക്യാൻ ബി റിലീസ്ഡ് എനി ടൈം. ലേഡി വിത്ത് ദ വിങ്സ് അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. ദേ ആർ സീയിങ് ജൂൺ എൻഡിൽ റിലീസ് ആണെന്നാണ് പറയുന്നത്. ആൻഡ് ടെലിവിഷനിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏഷ്യാനെറ്റില് കാറ്റത്തെ കിളിക്കൂടും, സൂര്യയില് ഇപ്പൊ പൈലറ്റ് ഞാൻ ജസ്റ്റ് അതിലൊരു ത്രൂ ഔട്ട് വില്ലൻ ക്യാരക്ടറായിട്ട് സൂര്യയിൽ പൈലറ്റ് ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അന്നപൂർണ്ണ കേറ്ററേഴ്സ് എന്ന് പറഞ്ഞു. സിനിമയിലേക്ക് വരുമ്പോ ഐ തിങ്ക് കുറെ കഥാപാത്രങ്ങൾ പ്ലേ ചെയ്തതിൽ ഡോക്ടേഴ്സ് കുറെ ഉണ്ടല്ലേ, കുറെ ഡോക്ടേഴ്സിനെ പ്ലേ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അതെ അതെ, ഞാൻ എപ്പോഴും തമാശക്ക് പണ്ട് പറയായിരുന്നു, എന്നെ വില്ലൻ ആക്കിയാലും സീരിയൽ കില്ലർ ആക്കിയാലും ലവർ ആക്കിയാലും അല്ലെ കൊമേഡിയൻ ആക്കിയാലും എന്റെ തൊഴിൽ നോക്കിയാൽ ഞാൻ ഡോക്ടർ ആയിരിക്കും. ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പോ കുറെ അധികം കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡോക്ടർ കഥാപാത്രങ്ങൾ കുറെ അധികം ചെയ്തിട്ടുണ്ട്. അതല്ലാണ്ട് മറ്റു പല കഥാപാത്രങ്ങളും നെഗറ്റീവ് ഷെയ്ഡിലുള്ള കഥാപാത്രങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ബട്ട് ഫോർ യു ആസ് എൻ ആക്ടർ, മനസ്സിൽ ഇനി ഇങ്ങനത്തെ ഒരു കഥാപാത്രം ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ, ലൈക്ക് വാട്ട് വുഡ് ദാറ്റ് ബി? ഓൾറെഡി ഡൺ നെഗറ്റീവ് ആൻഡ് കോമഡിയാണ് എനിക്ക് ഏറ്റവും അധികം ചാലഞ്ചിങ് ആയിട്ട് തോന്നിയിരിക്കുന്നത്. അപ്പൊ എനിക്ക് ഞാൻ വൺസ് നമ്മൾ ഒരു ക്യാരക്ടറിൽ കാണുമ്പോൾ നമ്മൾ അങ്ങനെ തന്നെയാണ് എന്ന് വിചാരിച്ചു പോകുന്ന ചില ആൾക്കാരുണ്ട്, ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത്. അപ്പൊ എന്റെ ഒരു വലിയൊരു ഭാഗ്യം എന്താ പറഞ്ഞാൽ അത് ബ്രേക്ക് ചെയ്തുകൊണ്ട് എനിക്ക് ഓപ്പർച്യൂണിറ്റീസ് തന്ന. ഐ ഷുഡ് താങ്ക് ദ ഡയറക്ടേഴ്സ്. ഇപ്പൊ 2015 നാഷണൽ അവാർഡ് കിട്ടിയ പ്രിയമാനസം എന്ന് പറയുന്ന സാൻസ്ക്രിറ്റ് ഫിലിമിൽ ഉണ്ണായി വാര്യറിന്റെ ക്യാരക്ടറാണ് ചെയ്തത്. അത് ഇന്ത്യൻ പാനോരമയിൽ ഓപ്പണിംഗ് ഫിലിമും ആയിരുന്നു IFFI ഗോവയിൽ. അപ്പൊ അതൊരു സ്പെഷ്യൽ എക്സ്പീരിയൻസ് ആയിരുന്നു. വാക്കിംഗ് ദ റെഡ് കാർപ്പറ്റ്, നമ്മുടെ ഇന്ത്യൻ പാനോരമ ഓപ്പൺ ചെയ്യുന്നത് ഇന്റർനാഷണൽ പ്രസിന്റെ മുമ്പിൽ നമ്മുടെ സിനിമ എന്ന് പറയും. അപ്പൊ അതിലൊരു ഹിസ്റ്റോറിക്കൽ ക്യാരക്ടറിനെയാണ് ചെയ്യാൻ പറ്റിയത്. അപ്പൊ അതേപോലെ തന്നെ ഉപ്പുമുളകിലേക്ക് വരുമ്പോ, അല്ലെങ്കിൽ എന്താ പറയാ ഒരിടത്ത് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഏഷ്യാനെറ്റിൽ പണി ചെയ്ത കോമഡി ചെയ്തപ്പോ കോമഡിയിൽ ആക്സെപ്റ്റൻസ് കിട്ടി. അപ്പൊ ലക്കിലി എനിക്ക് തോന്നുന്നത് റിയാലിറ്റി ഷോസും കൂടി ചെയ്തപ്പോഴാണ്, ഈ ഡാൻസും പാട്ടൊക്കെ ചെയ്തപ്പോഴാണ് ഈ കഷണ്ടി വെറും സീരിയസും വില്ലനും മാത്രമല്ല ഇയാൾക്ക് ചിരിപ്പിക്കാനും അത്യാവശ്യം വേറെയും ചെയ്യാൻ പറ്റും എന്നുള്ളൊരു എനിക്ക് ഡോർസ് ഓപ്പൺ ആയത് അങ്ങനെയാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സോ ഫാർ ഐ ഹാവ് ബീൻ ലക്കി, ലൈക്ക് യു സെഡ്, ദോ മൈ എന്റെ തൊഴിലായിട്ട് കാണിക്കുന്നത് ഡോക്ടറോ അല്ലെങ്കിൽ വാട്ട് എവർ ആണെങ്കിലും ഐ ഹാവ് ഡൺ പക്ക ത്രൂ ഔട്ട് കോമഡി റോൾസ്. ഐ ഹാവ് ഡൺ പക്ക ഔട്ട് ആൻഡ് ഔട്ട് സീരിയൽ കില്ലർ റോളും, എന്താ പറയാ സീരിയൽ റേപ്പിസ്റ്റ് റോൾ, വാട്ട് എവർ, വളരെ ഡാർക്ക് ആയിട്ടുള്ള റോൾസ് ചെയ്തിട്ടുണ്ട്. ഹിസ്റ്റോറിക്കലും ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പൊ മേ ബി തുഷാരിക്ക് കുറച്ച് ടൈം ബാക്കിലേക്ക് ആയതുകൊണ്ട് ശ്യാമപ്രസാദ് സാറിന്റെ ഉള്ളുരുക്കൊക്കെ എനിക്ക് മനസ്സിലേക്ക് ഓടി വരുന്നതാണ്. വിച്ച് ഐ ഫീൽ ഐ എം വെരി ലക്കി ടു ഹാവ് ബീൻ എ പാർട്ട് ഓഫ്. അത് NP മുഹമ്മദിന്റെ ഒമർ സാറിന്റെ ബുക്കിനെ ബേസ് ചെയ്തിട്ടാണ്. ഇതേ നിയമമുള്ള ഷോർട്ട് സ്റ്റോറിനെ ബേസ് ചെയ്തിട്ടുള്ളത് ഉള്ളുരുക്കം എന്ന് പറഞ്ഞത്. അപ്പൊ അതിലൊക്കെ ഞാൻ ചെയ്തത് 1960s-ലും 70s-ലും ജീവിച്ചിരുന്ന വളരെ കുഗ്രാമത്തിൽ ജീവിച്ചിരുന്ന ക്യാരക്ടറും അതേപോലെ ഹിസ്റ്റോറിക്കൽ ക്യാരക്ടേഴ്സ് എല്ലാം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ബട്ട് വെൻ യു സേ ഡ്രീം, അല്ലെ കമ്മിങ് ടു യുവർ ക്വസ്റ്റ്യൻ, ദോ ഞാൻ റൗണ്ട് അബൌട്ട് ആയിട്ട് പോയെങ്കിലും കമ്മിങ് ടു യുവർ ക്വസ്റ്റ്യൻ, സി ഡ്രീം ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ട് പറയാൻ പറ്റില്ല. ദർ ആർ ഡ്രീം ക്യാരക്ടേഴ്സ്. ബിക്കോസ് ഒരു ആക്ടർ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ലൈക്ക് യു ആർ ഓൾസോ ക്രിയേറ്റീവ് പേഴ്സൺ. യു can never be satisfied with where you are. അപ്പൊ യു ഡെഫിനറ്റ്ലി ഒന്ന് കഴിഞ്ഞാൽ അടുത്ത നെക്സ്റ്റ് വാട്ട്, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ നെക്സ്റ്റ് ചാലഞ്ച് എന്നുള്ളതാണ്. സോ ഐ ഹാവ് എ ലിസ്റ്റ് ഓഫ് ഡ്രീം ക്യാരക്ടേഴ്സ്. ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ മാനിഫെസ്റ്റ് ചെയ്താൽ മാത്രം പോരാ, ഐ ഹാവ് ടു കീപ് മേ ബി വർക്ക് ഹാർഡർ ആൻഡ് ഗെറ്റ് മോർ പീപ്പിൾ ടു നോട്ടീസ് മീ. അതെല്ലാം ചെയ്യണം എന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. ഐ വാണ്ട് ടു ഡു റിയലി ഡാർക്ക് ക്യാരക്ടേഴ്സ്. അതായത് ഡാർക്ക് എന്ന് പറയുമ്പോൾ നോട്ട് ഇൻ ദ സിമ്പിൾ സെൻസ്, മേ ബി എ ഡാർക്ക് സൈക്കോളജിക്കൽ ക്യാരക്ടർ, മേ ബി സംതിങ് വിച്ച് ഗോസ് ഡീപ് ഇൻ ടു ദ സൈക്കി ഓഫ് എ മാൻ. ഐ വുഡ് ലൈക്ക് to do very intelligent type of comedy, not the slapstick kind of comedy. അപ്പൊ all these things ലിസ്റ്റ്, ഒരു വലിയ ലിസ്റ്റ് എന്നെ കയ്യിൽ വെച്ച് നടക്കാൻ. ഇങ്ങനത്തെ ലിസ്റ്റുകൾ കയ്യിലുള്ളത് കൊണ്ടാണ് ജീവിതം becomes more interesting and നമ്മുടെ വെറിയും നമ്മുടെ ഒരു ആഗ്രഹവും നമ്മുടെ ഒരു എന്താ പറയാ ഇന്റൻസിറ്റി ടുവേർഡ്സ് ലൈഫ്, പാഷൻ ടുവേർഡ്സ് ലൈഫ്
അത് എൻഡ് ചെയ്യാതെ നിൽക്കുന്നതും മുന്നോട്ട് പോകുന്നത് അതുകൊണ്ടല്ലേ. സോ ഐ ഹാവ് ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ് ഡ്രീംസ്, ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ് ക്യാരക്ടേഴ്സ് വിച്ച് ഐ ലുക്ക് ഫോർ. അടിപൊളി. വി ആർ ഓൾസോ ഈഗർലി വെയിറ്റിംഗ് ടു സീ ഓൾ ഓഫ് ദോസ് ക്യാരക്ടേഴ്സ്. ആൻഡ് റാപ്പ് അപ്പ് ചെയ്യുന്നതിന് മുൻപ് ഒരു പേഴ്സണൽ റിക്വസ്റ്റും കൂടെ, വൺ മോർ സോങ്, ഏതെങ്കിലും ഒരു സോങ്ങിന്റെ ഒരു 2 ലൈനും കൂടെ നമുക്ക് പാടി തരാൻ പറ്റുമോ? I'll give you Wonderful Tonight which my wife loved because let's dedicate that it to would be her. better because അതിന് കുറച്ചും കൂടി സോഫ്റ്ററും കുറച്ചും കൂടി ഈണമുള്ള പാട്ടായതുകൊണ്ട് it might be easier for me to sing. അപ്പൊ എന്നാ അത് പാടാം. അത് ചേച്ചിക്ക് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു. Okay. It's late in the evening, she's wondering what clothes to wear. She puts on her makeup and brushes her long blonde hair, and then she'll ask me, do I look alright? And I say yes, you look wonderful tonight. This is the first stanza of that. Thank you so much, രാജേഷ് ഹെബ്ബാർ നമ്മുടെ കൂടെ My ജോയിൻ pleasure. ചെയ്ത് കുറെ വിശേഷങ്ങൾ പറഞ്ഞു, നല്ല നല്ല പാട്ടുകളൊക്കെ പാടി തന്നു. ആൻഡ് we love the content that you're putting out there on social media, the songs, everything. Please keep it going. Thank you so much, and thank you for all the kind words and encouragement. താങ്ക് യു സോ മച്ച് രാജേഷ് ഹെബ്ബാർ. അതോടുകൂടി ഈ ആഴ്ചത്തെ സ്റ്റാർസ് ഓൺ എയർ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അടുത്ത ആഴ്ച മറ്റൊരു സെലിബ്രിറ്റിയും കുറേ അധികം വിശേഷങ്ങളുമായി കേട്ടുമുട്ടാം. Till then, stay tuned and keep listening to Radio Malayalam 98.6 FM. കൂടെ ഉണ്ടായിരുന്നത് RJ തുഷാര.